ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു സെറ്റ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റബിൾ പാൻകേക്കാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്ക്. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്കാണ് കേട്ടോ. ഇനി ഈ പാൻകേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കാബേജ് ഒരു 150 ഗ്രാം, പിന്നെ കറി ലീവ്സ് 3 മുട്ട, 2 ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഫ്ലോർ ഒരു 50 ഗ്രാം, ഉപ്പ് ആവശ്യത്തിനുള്ളത്, പെപ്പർ പൗഡർ. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഫസ്റ്റ് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഞാൻ ചെറുതായി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാബേജും ക്യാരറ്റും ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്. എരിവ് എത്ര ഇഷ്ടമുള്ള കൂട്ടർക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം ഒന്ന്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ അരിയുകയും വേണം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായി 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിലേക്ക് മൈദപ്പൊടിയും ചേർക്കണം കേട്ടോ. ഞാനൊരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതുപോലെ പാൻ വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാനിത് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു റൗണ്ടായിട്ടുള്ള ഷേപ്പും കിട്ടും, കാണാനും നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ സ്നാക്സ്. ഒരു സൈഡ് ആയതിനു ശേഷം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ശ്രദ്ധിച്ച് ചെയ്യണം, ഇത് പൊട്ടിപ്പോവാതെ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 വെച്ച് കൊടുത്ത് മെല്ലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ പാൻകേക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻസും അറിയിക്കണം. 2 സൈഡും നല്ല ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇതുപോലെ തടിപ്പിൽ ഒഴിക്കുന്നില്ലെങ്കിൽ സാധാരണ ഒഴിക്കുന്ന മാതിരി ഒഴിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഞാനിതുപോലെ ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടി ഇതുപോലെ ഒഴിച്ചു തന്നെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.